ആ പ്രിന്റ് അവർ നിറത്തിൻ്റെ 50-ാം ദിനത്തിലോ 100-ാം ദിനത്തിലോ ഉള്ള പോസ്റ്ററുകളിൽ കൂടി അത് അച്ചടിച്ചു വന്നു. അപ്പോൾ അതായത് നമ്മൾ സിനിമ പോസ്റ്റർ നോക്കുമ്പോൾ ആ പോസ്റ്ററിനുള്ളിൽ ഈ നിറത്തിൽ കുഞ്ചാക്കോയും ശാലിനിയൊക്കെ കാണാം. ഒപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫാൻ മെയിൽ എന്ന് പറഞ്ഞ് വെള്ളി നക്ഷത്രത്തിൻ്റെ ഫാൻ മെയിലിൻ്റെ ഒരു പ്രിൻറ്റും കൂടെ ചേർത്ത്. അപ്പോൾ അത് ഞാൻ അടുത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഫാൻ മെയിലിൽ എഴുതിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കണ്ടു. അപ്പോൾ പോസ്റ്ററിലും ഫാൻ മെയിൽ എന്ന വെള്ളി നക്ഷത്രത്തിലെ ഒരു പങ്ക്തിയിൽ എഴുതിയത് കൊണ്ട് മാത്രം പോസ്റ്ററിൽ എൻ്റെ പേരും കൂടെ വന്നതും ഞാൻ ഇന്നും ഓർക്കുന്നു. വെള്ളി നക്ഷത്രം വായനക്കാരായ പലർക്കും ഇത്തരം അനുഭവങ്ങളും ഓർമ്മകളും എന്തായാലും ഉണ്ടാകാൻ വഴിയുണ്ട്. അതുപോലെ ഈ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വെള്ളി നക്ഷത്രം വായിച്ചപ്പോഴുള്ള അന്നത്തെ ഓർമ്മകളെ ഒന്ന് പങ്കുവച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അന്നത്തെ വെള്ളി നക്ഷത്രം വായനക്കാർക്കെല്ലാം ആ വായിച്ച കാലം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. കാലചക്രം തിരിഞ്ഞപ്പോൾ ടി വിക്കും ഇൻ്റർനെറ്റിനും വഴിമാറി ഫിലിം മാഗസിനുകൾ നമ്മുടെ മുന്നിൽ നിന്നും